ഹരകൃഷ്ണ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി താലൂക്കിലുള്ള പന്നിയൂരിലെ ശ്രീ വരാഹമൂർത്തി ഭൂമിദേവി ക്ഷേത്രം അതിപുരാതന വൈഷ്ണവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ്. ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ എന്ന് പറയുന്നത് ഭൂമിദേവിയെ ഇടത്തു വടിയിൽ എഴുതിയിരിക്കുന്ന വരാഹമൂർത്തിയാണ്. അപ്പോൾ ഇവിടെ പരശുരാമനാണ് ഇവിടെ പ്രതിഷ്ഠ നടത്തിയതെന്ന് പറയുന്നത്. നമ്മൾ ഭൂമി സംബന്ധമായിട്ടുള്ള നമ്മൾ ആദ്യം തന്നെ വീട് എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മൾ ആ വീടിൻ്റെ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഒരു 4 മൂലയ്ക്കും കുറച്ച് മണ്ണെടുത്തിട്ട് അവിടെ കൊണ്ടുപോകും. അങ്ങനെ അവിടെ പോയിട്ട് ഭൂമി പൂജയ്ക്ക് ഷീറ്റാക്കുന്നു. അവിടെ എന്നത് നന്നായിട്ട് അവർ പൂജിച്ച് ഒരു കോളം നമുക്ക് തരും. ആ ഭൂമി സങ്കല്പിച്ച് നമുക്ക് നല്ല നമ്മുടെ കാര്യങ്ങളെല്ലാം പ്രാർത്ഥിച്ചിട്ട് അവിടെ വെക്കും. അങ്ങനെ അവിടെ വെക്കുന്ന സമയത്ത് അവരെ ശ്രീകോവിലിൽ കൊണ്ടുപോയിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് പിന്നെ നമുക്ക് ഇവിടെ മണ്ണും പിന്നെ അവർ പ്രാർത്ഥിക്കും, അങ്ങനെ പൂജ ചെയ്യും. എന്നിട്ട് അത് നമുക്ക് തിന്നിട്ട് നമ്മുടെ തൊടിയിലെ 4 മൂലത്തിൽ അത് കൊണ്ടുപോയിട്ട് ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അതെല്ലാം അവിടെ ഇടുക. അങ്ങനെയാണ്. എന്നിട്ട് മണ്ണിട്ട് മൂടുക. അത് അവിടെ നമ്മുടെ ആ തൊടിയിൽ അത് മിക്സ് ആക്കുക. അവിടെ പോയിട്ട് ആ ദോഷങ്ങളെല്ലാം തന്നെ തീരുമെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് വീട് പണിയൊക്കെ എളുപ്പം നടക്കും. പുതിയ വീട് എടുക്കുന്നവർക്കും ഇനി എടുക്കാൻ പോകുന്നവർക്കും ഇനി എടുത്തവർക്ക് അതിൻ്റെ ദോഷം തീർക്കാനൊക്കെ നമ്മൾ ഇത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഭൂമി പൂജ വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ്. പരശുരാമൻ ഏകദേശം 4000 വർഷങ്ങൾക്ക് മുമ്പ് പന്നിയൂരിൽ ആദി വരാഹമൂർത്തിയെ പ്രതിഷ്ഠിച്ചു എന്നാണ് ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. അന്നു മുതലേ പന്നിയൂർ വരാഹമൂർത്തി കേരളത്തിന്റെ പ്രധാന ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നായിട്ട് തീർന്നു. വരാഹാവതാരത്തിലെ ഭഗവാനെ ഹിരണ്യാക്ഷനിൽ നിന്ന് ഭൂമിദേവിയെ രക്ഷിച്ച് സമുദ്രത്തിൽ നിന്ന് ഉയർത്തുന്നതിന്റെ സ്മരണയാണ് ഇവിടെ. ഭൂമിദേവിയോടൊപ്പം വരാഹമൂർത്തി രൂപത്തിലുള്ള ഭഗവാന്റെ ആരാധനയാണ് ഇവിടെ. ക്ഷേത്ര പ്രതിഷ്ഠ എന്ന് പറയുന്നത് വരാഹമൂർത്തി രൂപത്തിൽ ഭഗവാൻ, ആ വരാഹമൂർത്തിയുടെ ഇടതുമടിയിലാണ് ഭൂമിദേവി ഇരിക്കുന്നത്. അത്രയും സന്തോഷമായിട്ട് ഇരിക്കുന്ന അവസ്ഥയിലുള്ള പ്രതിഷ്ഠയാണ്. അപ്പോൾ നമ്മുടെ സർവ അഭീഷ്ടങ്ങളും സാധിക്കുമെന്നാണ് ഇവിടെ വന്നാൽ. നമ്മൾ ഇവിടെ വന്നിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കുന്നതാണ്. അതിനെ ഇവിടെ ഓരോ വഴിപാടുകളൊക്കെ ഉണ്ട് ഭഗവാനെ പ്രസാദിപ്പിക്കാനായിട്ട്. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഐതിഹ്യകഥകളൊക്കെ ഉണ്ട്. ഇവിടെ നമ്മൾ വരാഹമൂർത്തിയുടെ ശ്രീകോവിൽ തൊഴുതിട്ട് പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ നമുക്ക് പെരുന്തച്ഛന്റെ ഉളിയുടെ ഭാഗം കാണാം. ആ പിൻഭാഗത്തായിട്ട് ചുമരില് നമുക്ക് പെരുന്തച്ഛന്റെ ഉളി കാണാം. അതുപോലെ ഇവിടെ മുഴക്കോലും ഒക്കെ ഉണ്ട് എന്നാ പറയപ്പെടുന്നത്. വന്നാലറിയാം ഈ അമ്പലത്തിന്റെ ഒരു ഭംഗി. നമ്മൾ ഫോട്ടോയിലൊന്നും കാണും പോലെയല്ല, അത്രയ്ക്ക് ഭംഗിയായിട്ട് ഇരിക്കുന്നത്. പ്രകൃതിയോട് നന്നായിട്ട് ഇണങ്ങിയിരിക്കുന്നു. ചുറ്റും നിറയെ പച്ചപ്പ്, നിറയെ ആൽമരങ്ങളുണ്ട്. നിലയുടെ തീരത്ത് തന്നെയാണ് ഇത് അല്ലേ ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോ നല്ലൊരു അമ്പലമാണ്. നല്ല ഭഗവാനെ നന്നായിട്ട് കണ്ട് തൊഴാൻ സാധിക്കും. അതിയായിട്ടുള്ള ഭംഗിയാണ് ആ ശ്രീകോവിലേക്ക് നോക്കുമ്പോൾ തന്നെ. ഭഗവാന്റെ മടിയിൽ അങ്ങനെ ഭൂമിദേവി ഇരിക്കുന്നു. എന്തോ ഒരു ഭംഗിയാണ് കാണാൻ. നമുക്ക് തൊഴുതിട്ടും മതിയാവില്ല.